ജീവിത പാഠങ്ങൾ. സോക്രട്ടീസ്. പുരാതന ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസ് തൻ്റെ പഠിപ്പിക്കലുകളിലൂടെയും രീതികളിലൂടെയും എല്ലാ മനുഷ്യർക്കും വിലപ്പെട്ട നിരവധി ജീവിത പാഠങ്ങൾ പകർന്നു നൽകിയിട്ടുണ്ട്. പാശ്ചാത്യ തത്വചിന്തയുടെ മഹാനായ സ്ഥാപകരിൽ ഒരാളായി അദ്ദേഹം പരക്കെ കണക്കാക്കപ്പെടുന്നു. ഗ്രീസിലെ ഏഥൻസിലാണ് അദ്ദേഹം ജനിച്ചത്. വായന, എഴുത്ത്, സംഗീതം എന്നിവ ഉൾപ്പെടുന്ന ഒരു പരമ്പരാഗത ഏഥൻസിലെ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ദാർശനിക ജീവിതം. സോക്രട്ടീസ് സ്വന്തം ദാർശനിക രീതി വികസിപ്പിച്ചെടുത്തു. അത് സോക്രട്ടീസ് രീതി എന്നറിയപ്പെടുന്നു. അതിൽ ചോദ്യം ചെയ്യലും സംഭാഷണവും ഉൾപ്പെട്ടിരുന്നു. അടിസ്ഥാനപരമായ അനുമാനങ്ങളും മുൻവിധികളും തുറന്നു കാട്ടുന്നതിനായി വിമർശനാത്മക ചിന്തയെ അദ്ദേഹത്തിൻ്റെ രീതി പ്രോത്സാഹിപ്പിച്ചു. കവികൾ, രാഷ്ട്രീയക്കാർ, തത്വചിന്തകർ എന്നിവരുൾപ്പെടെ തൻ്റെ കാലത്തെ പ്രമുഖരുമായി പൊതുസംവാദങ്ങളിലും ചർച്ചകളിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ വിചാരണയും മരണവും. ദൈവഭക്തിയില്ലാത്തവനും യുവാക്കളെ ദുഷിപ്പിച്ചതിനും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. ഏഥൻസിൽ വിചാരണ നടത്തി. ഒരു വിഷസസ്യമായ ഹെംലോക്ക് കുടിപ്പിച്ച് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം. സോക്രട്ടീസിന്റെ ആശയങ്ങളും രീതികളും പാശ്ചാത്യ തത്വചിന്തയെ വളരെയധികം സ്വാധീനിക്കുകയും പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖ ചിന്തകരെ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ധാർമ്മികത, രാഷ്ട്രീയം, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ തത്വചിന്ത പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നത് തുടരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്ത, പ്രകോപനപരമായ ഉദ്ധരണികൾ. അദ്ദേഹത്തിൻ്റെ ചിന്തോദ്ദീപമായ ചില ഉദ്ധരണികൾ ഇതാ. 1. ജ്ഞാനവും അറിവും. എനിക്ക് ഒന്നും അറിയില്ലെന്ന് എനിക്കറിയാം. ഇത് വിനയത്തിൻ്റെ വലിയ പ്രാധാന്യത്തെയും ഒരാളുടെ അറിവിൻ്റെ പരിധികൾ തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകതയെയും എടുത്തു കാണിക്കുന്നു. ജ്ഞാനം അത്ഭുതത്തിൽ ആരംഭിക്കുന്നു. ജ്ഞാനം നേടുന്നതിന് ജിജ്ഞാസയും അത്ഭുതവും അനിവാര്യമാണെന്ന് സോക്രട്ടീസിന് ബോധ്യപ്പെട്ടു. 2. ആത്മപരിശോധനയുടെ ആവശ്യകത. പരിശോധിക്കാത്ത ജീവിതം ജീവിക്കാൻ യോഗ്യമല്ല. ഈ ഉദ്ധരണി ആത്മപരിശോധനയുടെയും വിമർശനാത്മക ചിന്തയുടെയും ആവശ്യകതയെ ഊന്നിപ്പറയുന്നു. സ്വയം അറിയുക. എല്ലാവരും സ്വന്തം ചിന്തകൾ, വികാരങ്ങൾ, പ്രചോദനങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. 3. സദ്ഗുണവും ധാർമ്മികതയും. സദ്ഗുണം അറിവാണ്. അറിവും സദ്ഗുണവും അടുത്തു ബന്ധമുള്ളതാണെന്നും ശരിയായത് ചെയ്യുന്നതിന് ശരിയായത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണെന്നും സോക്രട്ടീസ് വിശ്വസിച്ചു. ആരും മനസ്സോടെ തെറ്റ് ചെയ്യുന്നില്ല. മനഃപൂർവമല്ല, മറിച്ച് അജ്ഞതയോ ധാരണയുടെ അഭാവമോ കൊണ്ടാണ് ആളുകൾ തെറ്റു ചെയ്യുന്നതെന്ന് അദ്ദേഹം വാദിച്ചു. വിദ്യാഭ്യാസവും പഠനവും. വിദ്യാഭ്യാസം ഒരു ജ്വാലയെ ജ്വലിപ്പിക്കലാണ്. പഠനത്തോടുള്ള ജിജ്ഞാസയും അഭിനിവേശവും ജ്വലിപ്പിക്കുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ് സോക്രട്ടീസ് വിദ്യാഭ്യാസത്തെ വീക്ഷിച്ചത്. ഞാനൊരു അധ്യാപകനല്ല, സഹപാഠിയാണ്. സഹകരണപരമായ പഠനത്തിൻ്റെയും പരസ്പര പര്യവേക്ഷണത്തിൻ്റെയും വലിയ ആവശ്യകത അദ്ദേഹം എടുത്തു കാണിച്ചു. സോക്രട്ടീസിന്റെ പഠിപ്പിക്കലുകൾ ഇന്നും വളരെ പ്രസക്തമാണ്. വ്യക്തിഗത വളർച്ച, വിമർശനാത്മക ചിന്ത, വിനയം, പരമ്പരാഗത ജ്ഞാനത്തെ വെല്ലുവിളിക്കൽ, വിശകലനം, പ്രശ്നപരിഹാരം, സ്വയം അവബോധം, സജീവമായ ശ്രവണം, വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനം, സഹാനുഭൂതി, ഫലപ്രദമായ ആശയവിനിമയം എന്നിവയ്ക്ക് അവ വിലപ്പെട്ട ഉൾക്കാഴ്ചകളും രീതികളും നൽകുന്നു.